കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തെരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായി ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാനെ നിയമിച്ചത് വ്യാപക അഴിമതിക്കെന്ന ആക്ഷേപം. UGC ചട്ടങ്ങൾ ലംഘിച്ച് സെലക്ഷൻ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് ഷിജു ഖാനെ എത്തിച്ചത് ഇഷ്ടക്കാർക്ക് വേണ്ടി. കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിന്റെ പരീക്ഷകളുടെ നടത്തിപ്പിനെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനെയും സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഉടനുണ്ടാകും. കേരള സർവകലാശാലയിൽ നടക്കുന്ന വഴിവിട്ട പാർട്ടി നിയമനത്തിൽ പരാതികൾ ശക്തമാവുകയാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തെരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായി ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാനെ നിയമിച്ചത്. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് 500ഓളം പേരാണ് നിലവിൽ അപേക്ഷകരായുള്ളത്. നിയമിക്കപ്പെടുന്നവർക്ക് പുതിയ 4 വർഷ ബിരുദ കോഴ്സിന്റെ ബാച്ച് പൂർത്തിയാകുന്നതുവരെ തുടരാനുമാകും. ഗസ്റ്റ് അധ്യാപക പരിചയം ഭാവിയിൽ റെഗുലർ നിയമനത്തിനുള്ള മുൻപരിചയമായി കണക്കിലെടുക്കുന്നിരിക്കെയാണ് ഇഷ്ടക്കാർക്കായുള്ള നിയമനം. ഇപ്പോൾ 12 ഒഴിവുകളിലേക്കാണ് നിയമനമെങ്കിലും 4 വർഷത്തിനുള്ളിൽ 50ഓളം പേരെ നിയമിക്കേണ്ടി വരും. ഇതിനെല്ലാം ഷിജു ഖാന് വേണ്ടി വന്നാൽ ഇടപെടൽ നടത്താം. കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിന്റെ പരീക്ഷകളുടെ നടത്തിപ്പിന്റെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന്റെയും ഇന്റേണൽ മാർക്ക് നൽകുന്നതിന്റെയും മൂല്യനിർണ്ണയത്തിന്റെയും പൂർണ്ണ ചുമതല പുതിയതായി നിയമിക്കപ്പെടുന്ന അധ്യാപകർക്കായത് കൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ളവരെ അധ്യാപകരായി നിയമിക്കുക എന്ന ലക്ഷ്യമാണ് ഡിവൈഎഫ്ഐ നേതാവിനെ തന്നെ ചെയർമാനായി നിയമിച്ചതിനു പിന്നിലെന്നാണ് ആക്ഷേപം. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധ്യാപക സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കണമെന്ന പരാതിയിൽ ഗവർണറുടെ നടപടി ഉടനുണ്ടാകും. VCയുടെ നിർദ്ദേശം തള്ളിയുള്ള നിയമനത്തിൽ ഗവർണറുടെ നടപടി നിർണായകവുമാണ്. ജനം, തിരുവനന്തപുരം.